നൂറിന് ഇൻഫോടെക് പാലക്കാട് അവതരിപ്പിക്കുന്ന ടാലി പ്രൈം മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ട്യൂട്ടോറിയൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവെന്ററി വൗച്ചേഴ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇൻവെന്ററി വൗച്ചേഴ്സ് എന്താണെന്ന് ആദ്യം പഠിക്കാം. ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഡീറ്റെയിൽസ്, അതുപോലെ ഫിസിക്കൽ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്, ഇതിനെയൊക്കെ റെക്കോർഡ് ചെയ്യാനാണ് നമ്മൾ ഇൻവെന്ററി വൗച്ചേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻവെന്ററി വൗച്ചേഴ്സ് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് വൗച്ചേഴ്സ് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് അതർ വൗച്ചേഴ്സ് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ ഇൻവെന്ററി വൗച്ചേഴ്സിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് വൗച്ചേഴ്സ് കാണാം. ഇതുകൂടാതെ ഷോ ഇനാക്റ്റീവ് എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെന്ററി വൗച്ചേഴ്സ് ഒന്നും കൂടി എക്സ്പാൻഡ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ ചില വൗച്ചേഴ്സ് ഇനാക്റ്റീവായി കിടക്കുന്നുണ്ട്. അപ്പോൾ ആ വൗച്ചേഴ്സ് ആക്റ്റീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് വരും. ഇതിനകത്ത് യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ വൗച്ചർ ആക്റ്റീവായിട്ടുണ്ടാവും. ഇനി ഇതിൽ വരുന്ന ഓരോ വൗച്ചേഴ്സും എങ്ങനെ എൻ്റർ ചെയ്യാം നമുക്ക് പഠിക്കാം. ഇൻവെന്ററി വൗച്ചേഴ്സിൽ വരുന്ന ഡെലിവറി നോട്ടാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോൾ, അതായത് അവർക്ക് നമ്മളത് ഡെലിവർ ചെയ്യുമ്പോൾ ആ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ഡെലിവറി നോട്ടിനകത്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Alt F8 ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരു ട്രാൻസാക്ഷൻ അടിച്ച് നോക്കാം. ഡെലിവറി നോട്ട് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഇവിടെ വന്നിട്ട് പാർട്ടി അക്കൗണ്ട് നെയിം പറയുന്നത് നമ്മൾ ആർക്കാണോ പ്രൊഡക്റ്റ് സെയിൽ ചെയ്ത് അയാളുടെ പേര്, നമ്മുടെ കസ്റ്റമറുടെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ABC ലിമിറ്റഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഓർഡറിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്. നമ്മൾ ഓർഡർ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ അതവിടെ കൊടുക്കാം. അതുപോലെ മോഡ് ഓഫ് പേയ്മെൻറ്റ്, അത് റെഫറൻസ്, ടേംസ് ഓഫ് ഡെലിവറി ഒക്കെ നമുക്കിവിടെ കൊടുക്കാവുന്നത്. പിന്നെ ഡിസ്പാച്ച് ഡീറ്റെയിൽസാണ് ഇവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടത്. ഇത് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഇപ്പോൾ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പാർട്ടിയുടെ ഡീറ്റെയിൽസാണ്. നമ്മൾ ആർക്കാണോ സെയിൽ ചെയ്തത് അവരുടെ ഡീറ്റെയിൽസാണ്. പിന്നെ വരുന്നത് സെയിൽസ് ലെഡ്ജറാണ്. സെയിൽസ് ലെഡ്ജർ പറയുന്നത് നമ്മൾ സെയിൽസ് സെലക്ട് ചെയ്യാം. ഇത് ഏത് ഐറ്റമാണോ നമ്മൾ സെയിൽ ചെയ്തത് അതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഫർണിച്ചറിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ട്രാക്കിംഗ് നമ്പർ 1 സെലക്ട് ചെയ്യാം. അതുപോലെ മെയിൻ ലൊക്കേഷനാണ് നമ്മൾ ഗോഡൗൺ കൊടുക്കുന്നത്. അതുപോലെ ഫർണിച്ചർ ക്വാണ്ടിറ്റി 10, നെഗറ്റീവ് ക്വാണ്ടിറ്റി കാണിക്കുന്നുണ്ട്. തൽക്കാലം നമുക്ക് സ്കിപ്പ് ചെയ്യാതെ 2000 കൊടുക്കുന്നുണ്ട്, 20,000. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുക്കാം. ജസ്റ്റ് എൻ്റർ ചെയ്യാം. നറേഷൻ ഉണ്ടെങ്കിൽ നമുക്കവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി നോട്ട് വൗച്ചർ സേവ് ആയി ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെസിപ്റ്റ് നോട്ട് വൗച്ചറാണ്. അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ഒരു പാർട്ടിയിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ട് ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണ്. അത് നമ്മൾ ഇവിടെ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ട്രാൻസാക്ഷൻ റെസിപ്റ്റ് നോട്ട് വൗച്ചറിൻ്റെ അണ്ടറിലാണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Alt +F9 ആണ്. ഇതിനകത്തൊരു ട്രാൻസാക്ഷൻ നമുക്ക് എങ്ങനെ അടിക്കാൻ നോക്കാം. അതിനുവേണ്ടി റെസിപ്റ്റ് നോട്ട് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് റെഫറൻസ് നമ്പർ വന്നിട്ട് നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അവർ നമ്മുടെ ഒരു ഇൻവോയ്സ് നമ്പർ തരും. അതാണ് നമ്മളിവിടെ റെഫറൻസ് നമ്പറായി കൊടുക്കേണ്ടത്. അത് ജസ്റ്റ് ഞാനിവിടെ ഡീഫോൾട്ടായിട്ട് 1 2 3 4 കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേറ്റ്, പിന്നെ ഏത് പാർട്ടിൻ്റെ നിന്നാണോ നമ്മൾ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിച്ചത് ആ പാർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഏതാണോ പാർട്ടി അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓർഡർ ഡീറ്റെയിൽസ് വരും. അതുപോലെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് നമുക്ക് കാണാം. അത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ബ്ലാങ്ക് ആയി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പാർട്ടി ഡീറ്റെയിൽസ് ആണ്. പിന്നെ പർച്ചേസ് ലെഡ്ജറാണ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴും പർച്ചേസ് തന്നെയാണ്. പിന്നെ ഏത് പ്രൊഡക്റ്റാണോ നമ്മൾ പർച്ചേസ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ LG മോണിറ്റർ കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്വാണ്ടിറ്റി 2 എന്ന് കൊടുക്കുന്നുണ്ട്. റേറ്റ് 25,000. എൻ്റർ അടിക്കാം. നറേഷൻ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്റ്റ് നോട്ട് വൗച്ചർ സേവ് ആവുന്നതായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഡെലിവറി നോട്ടും അതുപോലെ റെസിപ്റ്റ് നോട്ടിലും സ്റ്റോക്കാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്.
ഇപ്പോൾ ഡെലിവറി നോട്ട് സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ഒരു കസ്റ്റമറിന് ലഭിക്കുമ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഡിക്രീസ് ആവും. റെസിപ്റ്റ് നോട്ടാണെങ്കിൽ നമ്മൾ ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്യണം, അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഇൻക്രീസ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിജക്ഷൻ ഇൻ പറഞ്ഞ ഇൻവെൻട്രി വൗച്ചറാണ്. റിജക്ഷൻ ഇൻ കൊണ്ട് എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കസ്റ്റമറിന് സെയിൽ ചെയ്ത ഒരു 10 പ്രൊഡക്ട്സിനകത്ത് 2 പ്രൊഡക്റ്റ് ഡാമേജ് ആയി വന്നു, അല്ലെങ്കിൽ അത് ലോസ്റ്റ് ആയി, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ എമൗണ്ട് അവർ നമ്മൾക്ക് തിരിച്ച് ചോദിക്കും. അപ്പോൾ അത്തരം ട്രാൻസാക്ഷൻസ് ആണ് റിജക്ഷൻസ് ഇൻ പറഞ്ഞ വൗച്ചറിനകത്ത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl F6 ആണ്. അപ്പോൾ നമുക്കൊരു റിജക്ഷൻ എൻട്രി അടിക്കാം. അപ്പോൾ അതിന് വേണ്ടി റിജക്ഷൻ ഇൻ പറഞ്ഞ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് റിജക്ഷൻ ഇന്നിൻ്റെ വൗച്ചർ ക്രിയേഷൻ പേജ്. അപ്പോൾ ഇവിടെ ഏത് കസ്റ്റമറാണോ നമുക്ക് തിരിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് തരുന്നത് ആ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ABC ലിമിറ്റഡ് സെലക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഏത് പ്രൊഡക്റ്റാണോ നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് ആ ഒരു ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കൊടുക്കുന്നത്. ഞാനിവിടെ ഫർണിച്ചർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ കൊടുത്ത ട്രാക്കിംഗ് നമ്പർ വന്ന് 1 ആണ്. അപ്പോൾ അതിൽ 10 എണ്ണമാണ് നമ്മൾ സെയിൽ ചെയ്തത്. അപ്പോൾ 2 എണ്ണം റിജക്ഷൻ വരുന്നെങ്കിൽ അവിടെ 2 എന്ന് കൊടുത്താൽ മതി. ജസ്റ്റ് എൻ്റർ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എമൗണ്ട് കറസ്പോണ്ടിങ് എമൗണ്ട് 4000 വരും. എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തിട്ട് നറേഷൻ കൊടുത്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ട്രാൻസാക്ഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ ഇൻ വൗച്ചർ റെക്കോർഡായി ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിജക്ഷൻ ഔട്ടാണ്. അപ്പോൾ റിജക്ഷൻ ഔട്ട് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മൾ പർച്ചേസ് ചെയ്ത പ്രൊഡക്ട്സിൽ ഏതെങ്കിലും പ്രോഡക്ട്സ് ഡാമേജ് ഉണ്ടോ അല്ലെങ്കിൽ നമുക്കത് റിട്ടേൺ ചെയ്യണം, നമുക്ക് ഇഷ്ടമായില്ല റിട്ടേൺ ചെയ്യണമെങ്കിൽ അത്തരം ട്രാൻസാക്ഷൻസ് റിജക്ഷൻ ഔട്ട് വൗച്ചറിനകത്താണ് റെക്കോർഡ് ചെയ്ത് വെക്കുന്നത്. അതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl F5 ആണ്. അപ്പോൾ ഇതിനകത്തൊരു എൻട്രി നമുക്ക് അടിച്ച് നോക്കാം. അതിന് വേണ്ടി റിജക്ഷൻ ഔട്ടിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ഏത് പാർട്ടിക്കാണോ തിരിച്ചു കൊടുക്കുന്നത് ആ പാർട്ടീൻ്റെ പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ABC ലിമിറ്റഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏത് പ്രൊഡക്റ്റാണോ തിരിച്ചു കൊടുക്കുന്നത് അതാണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ LG മോണിറ്റർ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ട്രാക്കിംഗ് നമ്പർ വരുന്നത് 1 2 3 4 ആയിരുന്നു, അത് കൊടുക്കാം. അപ്പോൾ 2 നമ്പറാണ് നമ്മൾ വാങ്ങിയത്, അതിൽ നമ്മൾ 1 ആണ് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് എമൗണ്ട് ഇവിടെ വരും. ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നറേഷൻ കൊടുത്ത് ജസ്റ്റ് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ റെക്കോർഡായിട്ടുണ്ടാവും. നെക്സ്റ്റ് വരുന്ന ഇൻവെൻട്രി വൗച്ചറാണ് സ്റ്റോക്ക് ജേർണൽ. സ്റ്റോക്ക് ജേർണൽ എന്ന് പറഞ്ഞാൽ ഒരു ഗോഡൗണിൽ നിന്നും അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്നും മറ്റൊരു ലൊക്കേഷനിലേക്ക് നമ്മുടെ സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് ഈ ഒരു വൗച്ചർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Alt F7 ആണ്. അപ്പോൾ ഇതിലൊരു എൻട്രി ജസ്റ്റ് ഒന്ന് അടിച്ച് നോക്കാം. സ്റ്റോക്ക് ജേർണൽ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് സോഴ്സും ഉണ്ടാവും, അതുപോലെ ഡെസ്റ്റിനേഷൻ ഉണ്ടാവും. ഏത് ലൊക്കേഷനിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന ഐറ്റത്തിന് അത് സോഴ്സും, ഏത് ലൊക്കേഷനിലോട്ടാണോ നമ്മൾ ഐറ്റം ട്രാൻസ്ഫർ ചെയ്യുന്നത് അത് ഡെസ്റ്റിനേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാനിവിടെ നെയിം ഓഫ് ദി ഐറ്റം പറഞ്ഞിട്ട് ഫർണിച്ചർ കൊടുക്കാം. നെഗറ്റീവ് സ്റ്റോക്കാണുള്ളത്, നമുക്ക് തൽക്കാലം ഒന്ന് അടിച്ചു നോക്കാം. അപ്പോൾ ഇത് ഗോഡൗൺ, ഏത് ഗോഡൗണിൽ നിന്നാണ് നമ്മളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. മെയിൻ ലൊക്കേഷൻ എടുക്കുന്നുണ്ട്. ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഒരു 5 കൊടുക്കാം. ഇതിൻ്റെ റേറ്റ് നമുക്ക് ഇഷ്ടമുള്ള റേറ്റ് കൊടുക്കാം. ഞാൻ 2000 കൊടുക്കുന്നുണ്ട്. ആക്ച്വൽ റേറ്റ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഡീറ്റെയിൽസ് ആണ് അയക്കേണ്ടത്. അപ്പോൾ നമുക്കത് ഐറ്റമാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫർണിച്ചറാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഫർണിച്ചർ അതിനോട് കൊടുക്കണം. ഗോഡൗൺ വന്നിട്ട് പാലക്കാട് പറഞ്ഞ ബ്രാഞ്ച് സെലക്ട് ചെയ്യുന്നത്. ക്വാണ്ടിറ്റി നമ്മളിവിടെ എത്ര ക്വാണ്ടിറ്റി ആണോ ആ ക്വാണ്ടിറ്റിനെ ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. റേറ്റ് പറയുന്നത് 2000 എൻ്റർ ചെയ്യാം. ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചിട്ട് നറേഷൻ ഉണ്ടെങ്കിൽ കൊടുത്തിട്ട് ഇവിടെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ സ്റ്റോക്ക് ജേർണലിൽ റെക്കോർഡായിട്ടുണ്ടാവും. നമ്മുടെ ലാസ്റ്റ് വരുന്ന ഇൻവെൻട്രി വൗച്ചറാണ് ഫിസിക്കൽ സ്റ്റോക്ക്. ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ എന്ന് പറയുന്നത് നമ്മുടെ റിയൽ സ്റ്റോക്ക് പറയുമ്പോൾ വെരിഫൈ ചെയ്യാനും അതുപോലെ നമുക്ക് ഡയറക്റ്റായി കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്ക്. ഈ റിയൽ സ്റ്റോക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫിസിക്കൽ സ്റ്റോക്കും അതുപോലെ നമ്മൾ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യുന്ന സ്റ്റോക്കും നമ്മൾ കമ്പയർ ചെയ്യാനും വെരിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+F7 ആണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എങ്ങനെ അടിക്കാമെന്ന് നോക്കാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഏത് ഐറ്റം ആണോ നമ്മൾ ഫിസിക്കൽ സ്റ്റോക്കായി റെക്കോർഡ് ചെയ്യേണ്ട ആ ഐറ്റമാണ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ ഫർണിച്ചറിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏത് ഗോഡൗണിലത്തെയാണ് ഫിസിക്കൽ സ്റ്റോക്കാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പാലക്കാട് നോക്കാം. പാലക്കാടിൽ 5 ഉണ്ട്. അതിൽ ക്വാണ്ടിറ്റി എത്ര എണ്ണം ഉണ്ടെന്ന് നമ്മളിവിടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിൽ അത് 5 ആണ്. നമ്മൾ ഫിസിക്കലി കൗണ്ട് ചെയ്തിട്ട് 5 ആണെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റിയാണ് ഇവിടെ കൊടുക്കാം. ഇപ്പോൾ 4 ആണെങ്കിലോ നമുക്ക് അവിടെ ഡിഫറൻസ് കാണാൻ കഴിയും. ഞാനിവിടെ 5 തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നെക്സ്റ്റ് കോഡാനും സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മെയിൻ ബ്രാഞ്ചാണ്. മെയിൻ ബ്രാഞ്ചിൽ 13 ഉള്ളത്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് 13 വരുന്നെങ്കിൽ 13 കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് 12 കൊടുത്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് നെഗറ്റീവ് സ്റ്റോക്ക്, ഒരെണ്ണം കുറവുണ്ട്. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ 13 ആണ്, പക്ഷെ നമ്മൾ കൗണ്ട് ചെയ്തെടുക്കുമ്പോൾ എന്തായിരിക്കും 12 കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നും കൂടി വെരിഫൈ ചെയ്തിട്ട് വീണ്ടും കൗണ്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ സെയിം 12 തന്നെയാണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്ത ഡാറ്റയിലായിരിക്കും ഇഷ്യൂ വരുന്നത്. ഞാൻ 13 തന്നെ കൊടുക്കുന്നുണ്ട്. സെൻറ്റർ അടിക്കുന്നു. നറേഷൻ എന്താണെങ്കിലും കൊടുക്കാം. സെൻറ്റർ കൊടുക്കാം. ആക്സെപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്ക് റെക്കോർഡായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻവെൻട്രി വൗച്ചേഴ്സിൽ വരുന്ന വൗച്ചേഴ്സ്. ഇതുകൂടാതെ ചില വൗച്ചേഴ്സ് ഇനാക്റ്റീവായിട്ട് കിടക്കുന്നുണ്ടാവും. അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഷോ ഇനാക്റ്റീവ് കൊടുക്കാം. പിന്നെ അകത്ത് വരുന്ന മെയിനായിട്ടുള്ള വേറെ 2 വൗച്ചേഴ്സ് പറയുന്നത് പർച്ചേസ് ഓർഡറും സെയിൽസ് ഓർഡറാണ്. പർച്ചേസ് ഓർഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ലിസ്റ്റ് ട്രാൻസാക്ഷനായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് പർച്ചേസ് ഓർഡർ പറയുന്നത്. നെക്സ്റ്റ് വന്നിട്ട് സെയിൽസ് ഓർഡറാണ്. അതായത് നമ്മൾ എന്തൊക്കെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് റെക്കോർഡ് ചെയ്യാനാണ് സെയിൽസ് ഓർഡർ യൂസ് ചെയ്യുന്നത്. പർച്ചേസ് ഓർഡറിൻ്റെ ഷോർട്ട് കട്ട് കീ പറയുന്നത് Ctrl+F9 ആണ്. സെയിൽസ് ഓർഡറിൻ്റെ Ctrl+F8 ആണ്. അപ്പോൾ ഈ 2 വൗച്ചേഴ്സും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ സ്റ്റോക്ക് ഒന്നും അപ്ഡേറ്റ് ആവുന്നില്ല. സ്റ്റോക്ക് എപ്പോഴും അപ്ഡേറ്റ് ആവുക നമ്മൾ റെസിപ്റ്റ് നോട്ട് അല്ലെങ്കിൽ ഡെലിവറി നോട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് സ്റ്റോക്ക് അപ്ഡേറ്റ് ആവുന്നത്. ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. കൂടുതൽ ഇൻറ്ററാക്റ്റീവ് ക്ലാസ്സുകൾക്കും മറ്റു വിവരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണുവാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.